കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ കരുവാരക്കുണ്ട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഇരിങ്ങാട്ടിരിയിലെ തെക്കേമുക്കിൽ ചന്ദ്രന്റെ 300-ലധികം വാഴകൾ നിലംപൊത്തി. ആർത്തല, മണലീഴാംപാടം മേഖലകളിൽ മരം വീണ് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ശക്തമായ കാറ്റുണ്ടായത്. വ്യാഴാഴ്ച വൈകിട്ടാണ് കരുവാരക്കുണ്ട് മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയത്. ഇരിങ്ങാട്ടിരിയിൽ പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്ന തെക്കേമുക്കിൽ ചന്ദ്രന്റെ 300-ലധികം വാഴകളാണ് നിലംപൊത്തിയത്. വെള്ളത്തിന്റെ പ്രതിസന്ധിയുള്ള മേഖലയിൽ ഏറെ പ്രയാസപ്പെട്ട് നട്ടുനനച്ച വാഴകൾ മുഴുവൻ നശിച്ചു. ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാകുമായിരുന്നു. കർഷകന് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ ആക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഷബീർ അലി ആവശ്യപ്പെട്ടു. ഇന്നലെ കാറ്റിൽ നശിക്കുകയുണ്ടായി. ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം വിളവെടുക്കുന്നതിൻ്റെ മുമ്പ് ഒന്നുകിൽ കാട്ടാന വന്ന് നശിപ്പിക്കും, അല്ലെങ്കിൽ വന്യമൃഗങ്ങളായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ വന്ന് നശിപ്പിക്കുകയും, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം പോലെ ഇതുപോലുള്ള ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, 300ഓളം വാഴ നശിപ്പിച്ച പ്രിയപ്പെട്ട ചന്ദ്രൻ നെല്ലിക്കലടിക്ക് എത്രയും പെട്ടെന്ന് ധനസഹായം കൊടുക്കുന്നതിന് ഇൻഷൂർ ചെയ്ത വാഴകളാണ്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷൂർ ചെയ്ത വാഴയാണെങ്കിൽ പോലും അതിന് കാലതാമസം, ഇൻഷൂർ തുക കിട്ടുന്നതിന് വേണ്ടി 2 വർഷം 3 വർഷമൊക്കെ കാലതാമസം എടുക്കുക. അപ്പോൾ ഇത്തരം കർഷകർക്ക് അടിയന്തരമായിട്ട് പൈസ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇരിങ്ങാട്ടിരിയിലെ തന്നെ വാക്കയിൽ നാടിയുടെ 50 വാഴകളും കാറ്റിൽ നിലംപൊത്തി. ആർത്തല, മണലിയമ്പാടം മേഖലകളിൽ മരം വീണ് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.